ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പ്രാർത്ഥനയെന്ന് പറയുന്നുണ്ടല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ പറയും, ഇത് നമ്മളുടെ വിധിയാണ്, നമ്മുടെ തലയിലെഴുത്താണെന്ന്. പക്ഷേങ്കിൽ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ തലയിലെഴുത്ത് വരെ മാറ്റാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഇതെൻ്റെ തലയിലെഴുത്താണ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കണം എൻ്റെ ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ പ്രാർത്ഥനയിൽ ഞാൻ ഒരുപാട് ആശ്രയിച്ചിട്ട് എങ്ങനെ നിങ്ങളോട് ഞാനത് പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം ഞാൻ ആ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ ഞാൻ ആശ്രയിച്ച് എന്ത് കാര്യത്തിനും, സങ്കടം വന്നോട്ടെ, വിഷമം വന്നോട്ടെ, സന്തോഷം വന്നോട്ടെ, എന്ത് വന്നാലും ഒരുപാട് ഞാൻ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ഞാൻ ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് എവിടേക്കോ ഒരുപാട് വിജയം കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഏതെങ്കിലും രീതിയിലൊക്കെ തകർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പരിശ്രമിച്ച പല ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ അവരുടെയൊക്കെ അന്നത്തെ ഒരു സന്തോഷം ഞങ്ങളുടെ അന്നത്തെയൊക്കെ ദുഃഖമായിരുന്നു, ഞങ്ങളുടെ അന്നത്തെയൊക്കെ ഞങ്ങളുടെ നഷ്ടങ്ങളായിരുന്നു അവരുടെയൊക്കെ സന്തോഷങ്ങൾ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊന്ന് ഉയർന്നു വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ച് കാണത്തില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്. നമ്മൾ ദൈവത്തെ ആശ്രയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ കുറച്ച് കഷ്ടങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരും കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഫുൾ ടൈം സന്തോഷത്തോടെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വന്നാലും ഉണ്ടല്ലോ, മുഴുവനായിട്ട് നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ വന്നിട്ട് നമ്മളെ അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. അതില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിൻ്റെയൊക്കെ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത്. ഇത് ശരിയാണല്ലോ, ഇന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാവുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുമോ എനിക്ക് എപ്പോഴും സങ്കടമാണ്, കഷ്ടപ്പാടാന്നൊക്കെ വിചാരിച്ചാലും അത് എവിടേക്കോ ദൈവം തമ്പുരാൻ ചെറിയ ചെറിയ ആശ്വാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഏത് വീഡിയോ പറഞ്ഞാലും അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥനയ്ക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് പറയാൻ കാര്യം വെച്ചാൽ എന്താണെന്നറിയാമോ? എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ ഞാനൊരു മെസ്സേജ് വായിച്ചത്, ഇന്നലെ മെനഞ്ഞാന്നൊരു മെസ്സേജ് വായിച്ചതാണ്. ഇപ്പം നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്, പിന്നെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എനിക്ക് ഒരുപാട് സമാധാനം കിട്ടി തുടങ്ങി കേട്ടോ എന്ന്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലുതായിട്ട് എന്താ വേണ്ടുന്നത്? കാരണം നമ്മുടെ ഓരോ വാക്കുകൾ മറ്റുള്ളവരത് ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിലവർക്ക് ആശ്വാസം കണ്ടെത്തുന്നു എന്നൊക്കെ കേൾക്കുമ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹൃദയത്തെ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പ്രാർത്ഥനയുടെ വീഡിയോ ഇട്ടായിരുന്നു. ആക്ച്വലി അതിനകത്ത് ഹിന്ദുന്നോ മുസ്ലിംസെന്നോ ക്രിസ്ത്യൻസെന്നോ ഒന്നുമില്ലാതെ എനിക്കൊരു 95% എനിക്ക് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എല്ലാവരും ഒരേ രീതിയിൽ അതിനെ എടുത്തു എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ അതിനകത്ത് ക്രിസ്ത്യൻസ് കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിന് സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായതുകൊണ്ടാണ്. അവർ ഏത് രീതിയിൽ എടുത്തു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് ആ ഒരു പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്തത്. ഒരു മതവിഭാഗത്തെക്കുറിച്ച് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, അല്ലേ? എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ അത് ദൈവം തമ്പുരാൻ നടത്തിത്തരും എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പ്രാർത്ഥന നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടായിട്ട് അവരും അതുപോലെ പ്രാർത്ഥിക്കാൻ കൊണ്ട് ശ്രമിക്കും. ഓക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു പ്രാർത്ഥന ഷെയർ ചെയ്തതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ 95% ആൾക്കാർ നല്ല കമൻറ്റുകൾ ഇട്ടു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ പേര് എൻ്റെ പ്രെയർ ഷെയർ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ. കാരണം വെച്ചാൽ നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജാതി മതം ഒന്നുമില്ലെന്ന്, എല്ലാവർക്കും പ്രാർത്ഥന ഒന്ന് തന്നെയാണ്. പക്ഷെ പല മതവിഭാഗങ്ങളാകുമ്പോൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. അതിൽ ഞാൻ എൻ്റെ വിശ്വാസം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അത് കുറേ പേർക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പൂവ് ഇങ്ങനെ മൊട്ടിൽ നിന്ന് വിടരുന്ന ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ആ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാനും ആ പൂവിനെ കാണാനും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, അല്ലേ? ആ പൂവ് കുറേ നാൾ കഴിയുമ്പോഴത്തേന്, ആ പൂവ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ വാടി അതങ്ങ് കൊഴിഞ്ഞു പോകാറുണ്ട്. ആ പൂവ് വാടി നിൽക്കുന്ന സമയത്ത് അധികം ആൾക്കാർ അതിനെ ശ്രദ്ധിക്കാറില്ല.
ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പക്ഷേങ്കിൽ ആ പൂവ് നല്ല ശോഭയോടെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ നിക്കുമ്പം, ആ പൂവിനെ നോക്കാനും, ആ പൂവിൻ്റെ മണം ആസ്വദിക്കാനും, അതുപോലെ തന്നെ ആ പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേങ്കിൽ അത് വാടിക്കഴിയുമ്പം പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കാറില്ല. അതേപോലാണ് നമ്മൾ മനുഷ്യരും, അല്ലേ? മനുഷ്യരെന്ന് പറയുമ്പം നല്ല രീതിയിൽ, നല്ല ശോഭയായിട്ട്, നല്ല പ്രകാശിച്ച്, നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ നമ്മളുടെ ചുറ്റുമൊക്കെ എല്ലാവരുമൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് ആ പൂവിനെ പോലെ നമ്മളൊന്ന് വാടിത്തുടങ്ങുമ്പം നമുക്കൊരു താങ്ങായിട്ട് നിൽക്കാൻ ആരും ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമുക്ക് നമ്മളെ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോരം ആശ്വാസമാണെന്നറിയാമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകത്തില്ല. ഒരുപാട് മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു വിഷമമോ ചെറിയൊരു സങ്കടമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇത് നീ ഒറ്റയ്ക്കാണ്. നിനക്ക് ഒറ്റയ്ക്ക് നീ ജയിക്കണം. നിൻ്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നീ തിരികെ പോകുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നീ ആലോചിച്ചിരുന്ന് സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ, എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട്, എൻ്റെ മനസ്സിനെ സ്ട്രോങ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു കാര്യത്തിലും ഇപ്പോൾ ആരെന്നോട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, ആരെന്നെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞാലും, ആരെന്നോട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞാലും ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് അധികമായിട്ട് കരയേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ കണ്ടാലും കേട്ടാലും വേഗം കരച്ചിൽ വരുന്ന ഒരു വ്യക്തിയാണ്. വേറെ ആർക്കൊരു സങ്കടമെന്ന് പറഞ്ഞാലും, വേറെ ആർക്കൊരു വിഷമമെന്ന് പറഞ്ഞാലും ഞാൻ അന്നേരം എന്നെക്കുറിച്ച് പോലും ചിന്തിക്കാറില്ല. ഞാൻ അങ്ങനെ ആവശ്യം എന്തെന്നറിഞ്ഞാലും ഞാൻ അന്നേരം ഞാൻ ഓടിപ്പോകാറുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് മാറി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറച്ചൊന്ന് ചിന്തിച്ചിട്ടേ ഞാൻ മുന്നോട്ട് കാലെടുത്ത് വെക്കാറുള്ളൂ. വേണോ വേണ്ടായോ, ശരി അതിൻ്റെ ആവശ്യമുണ്ടോ വേണ്ടായോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഇറങ്ങിത്തിരിക്കാറുള്ളൂ. കാരണം വെച്ചാൽ എന്താണെന്നറിയാമോ, നമ്മൾ പോകുന്നിടം എല്ലാവരും ആവശ്യക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്നിടത്ത് ചിലപ്പോൾ അവർ ആവശ്യക്കാരല്ലെങ്കിൽ നമ്മൾ കേട്ട ഉടനെ അവരുടെ സങ്കടം വിഷമവും നമ്മൾ കേട്ടുടനെ നമ്മൾ ഓടിച്ചെല്ലുമ്പം നമ്മൾ അവിടുത്തെ ആവശ്യക്കാരല്ല എന്ന് നമുക്ക് തോന്നിയാൽ, അതിന് മുമ്പായിട്ട് അവർക്ക് വേണ്ടുന്ന ആൾക്കാർ വേറെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓടിപ്പോയതിന് എന്താ പ്രയോജനം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അവിടേക്ക് നമ്മൾ പോകണോ പോകണ്ടായോ, നമ്മുടെ ആവശ്യം അവിടെ ഉണ്ടോ, നമ്മുടെ ആവശ്യം എത്രത്തോളം അവിടെ ഉണ്ട്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അവിടെ ഒരു സ്ഥാനമുണ്ട് എന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇറങ്ങിത്തിരിച്ച് ചെന്നാൽ കൂടിയും ചിലപ്പം അവർക്ക് പ്രിയപ്പെട്ടവർ വരുന്നതിന് മുമ്പ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ ആ സമയത്ത് നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടായിരിക്കും. ആ ഒരു സമയത്തിന് വേണ്ടി മാത്രം അവർ നമ്മളെ വിനിയോഗിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് വേണ്ടുന്ന ആൾക്കാർ എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ സൈഡിലേക്ക് അങ്ങ് തള്ളും. അങ്ങനെയുള്ള കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയതിൽ പിന്നാണ് ഞാൻ കുറച്ചൊന്ന് മാറാൻ തുടങ്ങിയത്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടെന്നോ വേറൊരാൾക്കൊരു സങ്കടമൊന്ന് കേൾക്കുമ്പോൾ മനസ്സ് പെട്ടെന്നൊന്ന് പിടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് കാല് വെക്കുന്നതിന് മുന്നായിട്ട് ഒന്നുകൂടെ ഞാൻ ചിന്തിക്കും, ഇത് വേണോ വേണ്ടായോ. അപ്പോൾ എൻ്റെ മനസ്സ് അത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിത്തിരിക്കും. അത് വേണ്ടാന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇറങ്ങാറില്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ഞാനൊന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? എൻ്റെ മനസ്സിലിപ്പം ഞാൻ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിൽ തോന്നിയാൽ ആ മനസ്സ് അന്നേരം അതിനെ എനിക്ക് തടസ്സപ്പെടുത്തും കേട്ടോ. ഞാനത് ചെയ്യരുതെന്ന് എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിൽ പറയും. അന്നേരം എൻ്റെ ആ മനസ്സിൽ നിന്ന് ഞാൻ ആ വിഷയത്തെ ഞാൻ മാറ്റാറുണ്ട്. അങ്ങനെ പല അനുഭവങ്ങൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടുതലായിട്ട് ദൈവമായിട്ട് കൂടുതലായിട്ട് അടുക്കുകയും, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്തോന്ന്, എൻ്റെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് സംസാരിക്കുന്നതും എൻ്റെ ഉള്ളിലോട്ട് എൻ്റെ ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഉള്ളിലിരുന്ന് എൻ്റെ ദൈവമാണ് എന്നോട് പറയുന്നത് നീ ഇത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന്. ആ പറയുന്നത് എന്താണോ അത് ഞാൻ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം, സമാധാനം, എന്താ പറയുന്നത്, ഒരുപാട് ദുഃഖങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ടില്ലെന്നല്ല പറയുന്നത്. എന്നാൽ കൂടി ഞാൻ അതിനെ ഒന്ന് വലുതായിട്ടൊന്നും കാണാതെ ഈ ഒരു ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടിട്ട് അതിൻ്റെ പാടിന് വിട്ടിട്ട് ഞാൻ എൻ്റെ മൈൻഡ് റിലാക്സ് ആയിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം ടെൻഷനില്ല. എൻ്റെ കാര്യം നോക്കിയിട്ട് സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇതൊക്കെ ഒന്ന് ശീലിച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. മറ്റുള്ളവരെ കൂടുതലായിട്ട് ഈ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്, മറ്റുള്ളവരെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ സ്വയമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, അല്ലെങ്കിൽ സ്വയമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇതുപോലെയാണോ, ശരി ഇത് ഇത്രയേ ഉള്ളോ, ആയിക്കോട്ടെ, അതിൻ്റെ പാടിന് അതിനെ വിട്ടിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കി മുന്നോട്ട് നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കിക്കേ.
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ. ബൈ.